കണ്ണുകളെല്ലാം മെസ്സിയിൽ. അർജന്റീന സ്പെയിൻ ലോകകപ്പ് ഫൈനൽ പോരാട്ടം രാത്രി 12:30. ആവേശം നിറച്ച നാടെങ്ങും പ്രത്യേക പ്രദർശനങ്ങളും ആഘോഷങ്ങളും. ഗോൾഡൻ ബൂട്ട് പോരിൽ മെസ്സിയെ മറികടന്ന് എംബാപ്പെ ഒന്നാമത്. നാളെ സ്കൂളിൽ പോകേണ്ട. ഇന്ന് രാത്രി ധൈര്യമായി ലോകകപ്പ് ഫൈനൽ കാണാം. നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു സർക്കാർ. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. അവധി നൽകാൻ പ്രത്യേക നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. KSU സംസ്ഥാന പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കുമിടയിൽ മഞ്ഞുരുക്കാൻ സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റിന്റെ ഇടപെടലിൽ അനുനയ സാധ്യത. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അലോഷ്യസ് സേവ്യറിന് സമയം അനുവദിക്കാൻ ധാരണ. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ തുടങ്ങിയ തർക്കം താൽക്കാലിക വെടിനിർത്തലിലേക്ക്. VS അച്യുതാനന്ദൻ അനുസ്മരണം കവർ സ്റ്റോറിയായ വാരാന്ത പതിപ്പ് പുറത്തിറക്കാതെ ദേശാഭിമാനി പത്രം. സാങ്കേതിക കാരണങ്ങളാലെന്ന് ഒന്നാം പേജിൽ അറിയിപ്പ്. മറ്റൊരു ഫീച്ചറിന്റെ തലക്കെട്ടിനെ ചൊല്ലി പത്രാധിപ സമിതിയിലെ തർക്കം കാരണമെന്ന് വിവരം. പത്രാധിപ സമിതിയും വാരാന്ത പതിപ്പ് പത്രാധിപരും രണ്ട് തട്ടിൽ. പ്രതികരണത്തിന് തയ്യാറാകാതെ പത്രാധിപർ M സ്വരാജ്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ വീണ്ടും തുറന്നടിച്ച് KB ഗണേഷ് കുമാർ. ഏകാധിപതികൾ നശിച്ച ചരിത്രമേ ഉള്ളൂവെന്ന് പ്രതികരണം. സുരേഷ് ഗോപി ഉറ്റ സുഹൃത്ത്. മന്നം സമാധിയിൽ പ്രാർത്ഥന നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ഗണേഷ് കുമാർ. തിണ്ണമെടുക്ക് കാട്ടിയ CIAക്ക് സസ്പെൻഷൻ. നടപടി നടമങ്ങാട് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ബന്ധു അടക്കമുള്ള പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിച്ചതിന്. അറസ്റ്റിനു ശേഷം പോലീസുകാരെ കുറ്റപ്പെടുത്തി യഹിയ. സസ്പെൻഷൻ IG P പ്രകാശിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. യുവതിയെ പീഡിപ്പിച്ച കേസിൽ കുടുങ്ങിയ CPM-കാരനായ പഞ്ചായത്ത് അംഗം രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞത് പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ സുജിത്ത്. രാജി പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ലെന്ന് CPM. ആശുപത്രികളിലെ പൊതിച്ചോറ് വിവാദം കനക്കുന്നു. പൊതിച്ചോറിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. സംഘടനകളുമായി ഉടൻ ചർച്ച നടത്തും. പൊതിച്ചോറ് കഴിച്ചവരൊക്കെ അത് കൊടുത്തവർക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ K മുരളീധരൻ അടക്കം പലരും സഭ കാണില്ലായിരുന്നുവെന്നും സുരേന്ദ്രൻ. കൊറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ നാളെ നിർണായക ചർച്ച. മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ച യോഗത്തിൽ കമ്പനി മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുക്കും. ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ച സർക്കാർ. കമ്പനി നിലപാട് അനുകൂലമല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നും കമ്പനിക്ക് മുന്നറിയിപ്പ്.